ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഡെലിവറി വീഡിയോ ആണ്. എനിക്കൊരു കാർ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഫ്രണ്ട് മായാവി വെൽറ്റിയും കൂടി വരാമെന്ന് പറഞ്ഞായിരുന്നു. ഓനിപ്പോൾ എത്തും. ഓനെ M2 ആയിട്ടാണ് വരിക എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഓനെ കാത്ത് നിൽക്കുകയാണ് നമ്മൾ. ഓൻ വരുന്നുണ്ട്. ഇനി ഓന് റിവ്യൂ എടുക്കണം എന്നിട്ട് നമ്മൾ വന്നതാണ്. ഇനി ഓനവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് നമ്മളെ വണ്ടി നോക്കാം. വണ്ടി ഒരു ബിഗ് ഹ്യൂജ് എലിഫൻ്റ് വണ്ണമുള്ള ഒരു വലിയൊരു ഓഫ് റോഡറാണ്. ഓഫ് റോഡറും ഒരു ഡെസേർട്ട് കിങ്ങൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി മായാവി വേട്ടി പുറത്തിറങ്ങിയിട്ട് നമുക്ക് മായാവി വേട്ടിയോട് അഭിപ്രായം ചോദിക്കാം. അപ്പം മായാവി വേട്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മായാവി വേട്ടി പുറത്ത് വരും. അപ്പോൾ ഹലോ മായാവി വേട്ടി. അപ്പം മായാവി വേട്ടി ഇപ്പോൾ പോയിട്ട് നമ്മളുടെ വണ്ടി നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പം മായാവി വേട്ടി നോക്കും. അപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നടക്കുന്നുണ്ട്. ബാക്കിൽ വരുന്നുണ്ടാവും. വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഒന്നും പോയിട്ട് നോക്കാം. അപ്പം മായാവി വേട്ടി വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മളെ വണ്ടി നോക്കാം. ദ ഹ്യൂജ് വൈറ്റ് എലിഫൻ്റ് ഓഫ് ഡെസേർട്ട് കിങ് ഗൈസ്. വേറൊരു വണ്ടിയല്ല, നമ്മളുടെ LC ഗൈസ്. നമ്മൾ വൈറ്റ് LC ആണ് നമ്മൾ പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്നത്. സ്റ്റോക്ക് കണ്ടീഷനാണ്. നമ്മൾ മായാവി വേട്ടി ഓടിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മായാവി വേട്ടി ഓടിക്കും. ഇനി നമ്മളെ മായാവി വേട്ടി ഓടിച്ചു നോക്കട്ടെ ഗൈസ്. അപ്പം മായാവി വേട്ടി ഇപ്പോൾ ഓടിച്ചു നോക്കുന്നതാണ്. ഇനി ഓടിച്ചിട്ട് മായാവി വേട്ടി റിവ്യൂ ഒക്കെ പറയുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് മായാവി വേട്ടിക്ക് വണ്ടി കൊടുക്കാം. അപ്പം മായാവി വേട്ടി വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കും ഒന്ന് വണ്ടി അപ്പോൾ ഗൈസ് നമുക്കും വണ്ടിയിലൊന്ന് കയറാം. അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി വണ്ടി എടുത്തിട്ട് നമുക്ക് മെല്ലനെ ഇറക്കാം. വണ്ടി തട്ടാതെ വേണം ഇറക്കാൻ. തട്ടിയാൽ നമ്മളെ പോക്കറ്റ് കീറുന്ന കേസാണ്. അത്രക്കും എല്ലാം ബുദ്ധിപ്പുള്ളൊരു മോഡലാണ്. നമ്മളൊരു ഫോട്ടോഷൂട്ടായും കാര്യങ്ങളിലാണ് നമ്മൾ വണ്ടി ഇന്ന് ഡെലിവറിക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് ഫോട്ടോഷൂട്ടിന് പോകേണ്ടതുണ്ട്. നമുക്കൊന്ന് വണ്ടി ഒന്നൊരു ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞായിരുന്നു മായാവി വേട്ടി. ടെസ്റ്റ് ഒന്നല്ല, വെറുതെ വണ്ടി എടുത്ത് മലേൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ടൊന്ന് ഒതുക്കുക. അപ്പം ടെസ്റ്റ് സക്സസ്ഫുള്ളി ഫെയിൽഡ് ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ട്യൂണൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റോക്ക് ആണ് സംഭവം, എല്ലാം സ്റ്റോക്കാണ്. അതുകൊണ്ട് സ്റ്റോക്കിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണമെന്ന് ഞാൻ മായാവി വേട്ടിനോട് പറഞ്ഞിട്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ മായാവി വേട്ടിയുടെ M2 എടുത്തിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്താനുണ്ട്. ആ ഫോട്ടോഷൂട്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് മെല്ലനെ പോവുകയാണ്. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം വണ്ടി കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. വണ്ടി ഇവിടെ നിർത്തിയിട്ട് മായാവി വേട്ടിയുടെ M2 ആയിട്ട് നമ്മളൊരു ഫോട്ടോഷൂട്ടിന് പോകും. അപ്പം ഫോട്ടോഷൂട്ടിന് പോകുന്നതാണ്. അപ്പോൾ മായാവി വേട്ടി പോയിട്ട് M2 എടുക്കട്ടെ. നമുക്കപ്പോൾ നമ്മളെ വണ്ടി എടുത്തിട്ട് വരാം. മായാവി വേട്ടിയുടെ M2 ഉണ്ടോ, പുതിയൊരു ബ്ലൂ ബി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കിട്ടിയ സാധനമാണ്. നമ്മളെ ഡെസേർട്ട് എലിഫൻ്റ് അങ്ങനെയൊക്കെ പറയുന്നൊരു കിട്ടിയ വണ്ടിയാണ്. നമ്മളെ വണ്ടി നമുക്ക് തിരിച്ചിട്ട് പോവാം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഭയങ്കര വലിവ് കൂടുതലാണ്. പെട്ടെന്ന് ഭയങ്കര മായാവി വേട്ടി വണ്ടി നമ്മളുടെ വണ്ടിയുടെ ടയറിൻ്റെ ഇടയിൽ കുടുങ്ങി. അപ്പോൾ നമ്മൾ പോവുകയാണ്. മായാവി വേട്ടിക്ക് സ്ഥലം മാറിയോ എന്നൊരു സംശയം. നമ്മൾ മാപ്പിൽ സ്ഥലത്ത് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോകുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി വീഡിയോ എടുത്ത് വെക്കാനാണ്. അതിനുശേഷം കുറച്ച് ഇങ്ങോട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുന്നതായിരിക്കും. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ സ്ഥലം ഇപ്പോൾ എത്തുന്നത്. അപ്പം നമ്മളുടെ സ്ഥലം ഇപ്പോൾ എത്തുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി മുന്നോട്ട് നമ്മൾ 100-110 ഒരേ പോക്കാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ നിങ്ങളൊന്ന് 10 ഔട്ട് ഓഫ് റേറ്റ് ചെയ്യുക. സംഭവം നമ്മൾ മെല്ലനെ പോയിട്ട് ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു പാലമാണ്, പകുതി പൊളിഞ്ഞൊരു പാലം. അവിടെ പോയിട്ട് നമുക്ക് നിർത്താം ഗൈസ്. അപ്പം അവിടുന്ന് നമുക്ക് നിർത്തിയിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് അവിടുന്ന് നേരെ പോയിട്ട് ഒരു ഫോട്ടോ. അപ്പം നമ്മളെ വണ്ടി കുറച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ സൈഡിലൂടെ പോയിട്ട്
നമ്മൾ അവിടെ ഒരു പകുതി പൊളിഞ്ഞ പാലമാണ്. പിന്നെ ആ പാലത്തിൻ്റെ അടിയിൽ പില്ലർ ഉറപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, അത് മാത്രം ബാക്കി അവശിഷ്ടങ്ങളായിട്ടുള്ളൂ. ആ പാലത്ത് പോയിട്ട് ഇതുകൊണ്ടാ ആ പാലത്ത് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ. ഇങ്ങനെ നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിനൊരു സാധനം വെക്കില്ല, അതേപോലെ കാണിച്ചത്. നമ്മളെ പിന്നെ ഭയങ്കര ഹ്യൂജ് വണ്ടിയാണ്, ആൾക്ക് തട്ടി തെറിപ്പിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് റിവേഴ്സ് ചെയ്തൊന്ന് എടുത്ത് വെക്കാം. വണ്ടി റിവേഴ്സ് ആക്കിയിട്ട് നമ്മളൊന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടി കുറച്ച് റിവേഴ്സ് ആക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ മെല്ലെ നമ്മളവിടെ വണ്ടി വെച്ചു. വണ്ടി ഒന്ന് തിരിച്ച് നമ്മളെ വണ്ടി ഇതാ കിട്ടിയില്ല, ഒരു വൈറ്റ് വണ്ടിയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചത് വൈറ്റാണ്, ഒരു ക്ലാസിക്. പിന്നെ ആദ്യം ബ്ലാക്ക് അടിക്കാൻ വിചാരിച്ചു, പിന്നെ വൈറ്റിന്. ഇവിടെ നമുക്കൊരു വീഡിയോ പോലെ എന്തെങ്കിലും എടുത്തിട്ട് പോകാം. അപ്പോൾ എല്ലാ പരിപാടിയും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മായവിലേക്ക് അവിടെ എന്തോ വണ്ടി പാർക്ക് ചെയ്യുക, നമ്മളെന്തോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നമ്മളവിടെ പോയിട്ട് ഇപ്പം തന്നെ നമ്മളവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ഈ ഫോട്ടോ നമ്മൾ റീലിടുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് വണ്ടി എടുത്ത് പോവുകയാണ് ഗൈസ്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ ബ്രേക്കും കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ച സ്ഥിതിക്ക് മായാവി വേട്ടിക്ക് ചെറുങ്ങനെയൊന്ന് സ്ഥലം മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മായാവി വേട്ടീനെ ഇവിടെ വിളിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമുള്ള വന്നൊരു വീഡിയോ എടുത്ത് നമുക്ക് അങ്ങ് പോകാനായിരുന്നു നമ്മളെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പം തന്നെ നമ്മളുടെ മായാവി വേട്ടിയുടെ M2 അവിടെ ഉണ്ട്. ഇനി നമുക്ക് വേഗം ഇനിയും 100-110 നമുക്ക് വിടാം. വണ്ടി സുഖമായിട്ട് നല്ല വെയിലുള്ള വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഫ് റോഡിങ്ങിന് ഓൺ റോഡിന് ഒക്കെ ഒരു വീട്ടിലെ വണ്ടിയാണ്. പിന്നെ ഇതിന് അങ്ങനെ മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ വരുത്തിയില്ല. കാരണം ഇതൊരു ക്ലാസിക് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ക്ലാസ്സിക്കായിട്ട് ഒരു വെള്ള പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 150-ലൊക്കെയാണ് പോകുന്നത്. നമുക്ക് മെല്ലെ ആക്സിലേറ്റർ കൊടുത്ത് പോവാം. അപ്പം ഇവിടെ ഉണ്ടാവും നമ്മുടെ M2 നമ്മളെ ചങ്ക് ഇവിടെ ഉണ്ട്. നമ്മളെ ചങ്ക് വണ്ടി വിൽക്കാം. ഇനി നമ്മളെ വണ്ടി തിരിച്ചവിടെ വെച്ചൊരു ഫോട്ടോഷൂട്ട് നടത്താം. ഫോട്ടോഷൂട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. നമ്മളെ വണ്ടി അടുപ്പിച്ച് വെക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നു, അത് നമ്മൾ റീലിടും. റീലല്ല, ഷോർട്സ് ഇടും. നമ്മളുടെ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇടും. പിന്നെ അവൻ്റെ ചാനലിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മായാവി വൈറ്റി എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കറക്റ്റ് പേര് ഞാൻ കൊടുക്കുന്നതായിരിക്കും. മായാവി വൈറ്റി ഗെയിമിംഗ് ആണ് അവൻ്റെ പേര് എന്നത്. അവനും വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു ഫോട്ടോഷൂട്ട് കൂടി ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ വണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വണ്ടി വെച്ചതിന് ശേഷം ഇനി ഒരു ഫോട്ടോഷൂട്ട് നടത്താനുണ്ട്. ആ ഫോട്ടോഷൂട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ എപ്പിസോഡ് ഇന്നത്തോട് കൂടി തീർന്നതായിരിക്കും. സീരീസ് 1 എപ്പിസോഡ് 3 ആണിത്. 2 ഇറങ്ങിയിട്ടുണ്ട്. കാണാത്തവരുടെ വേഗം കാണാൻ. നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ ഹൗസ് റിവ്യൂ, ഹോം ടൂർ, അങ്ങനത്തെ ഒരു വീഡിയോ ആണത്. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ വരുന്നുണ്ട്, ഇനി വരും. അതിനെല്ലാവരും കാത്തു നിൽക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇനിയും 4ാമത്തെ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്ബാക്കി വെക്കുക. ഇനി നമുക്കൊന്ന് ഡ്രോൺ എടുത്തൊരു ഫോട്ടോ എടുക്കാം. നമ്മൾ ഫോൺ എടുത്തിട്ട് ഡ്രോൺ എടുത്ത് ഒന്ന് കുറച്ച് മുന്നോട്ട് വെച്ച് കുറച്ച് ഡ്രോണൊക്കെ ഡൗൺ ആക്കിയിട്ട് കുറച്ച് റൂം വിട്ട് കുറച്ച് ഇതാക്കി ഒരു ഉറുമ്പ് മാനയിൽ നിന്ന പോലത്തെ ഒരു സൈസാണ്. M2-യും LC-യും ഉള്ളപ്പോൾ ഒരു കിട്ടുക. എന്താണെന്ന് വെച്ചാൽ അത്ര വെള്ളമുള്ള വണ്ടിയാണ്. ഇനി നമുക്ക് ഫോട്ടോ വെച്ച് നമുക്ക് നിർത്താം. കുറച്ച് ആംഗിളൊന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പം തന്നെ നിർത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമ്മളിപ്പം നിർത്തും. നമ്മളുടെ ഫോട്ടോ ഉറപ്പായിട്ട് വരുന്നതായിരുന്നു. ഇറ്റ്സ് മീ നെബു മോൻ. ബൈ ബൈ. Signing out with episode 3.